പ്രവാചകനോട് പോലും അല്ലാഹുവിന്റെ താക്കീത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും നാം നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യം എന്താ? ലഇൻ അശ്റക്ത, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, പൊളിഞ്ഞു പോകും, തകർന്ന് തരിപ്പണമായി പോകും. നമ്മളുടെ നമസ്കാരം, നമ്മളുടെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, മറ്റുള്ള ഒരുപാട് കർമ്മങ്ങളിലെ ഈ കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി പോകും. അല്ലാത്ത ആളുകളോട് വിളിച്ചു തേടിയാൽ, അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് നേർച്ചകൾ അർപ്പിച്ചാൽ, അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായാൽ, കാര്യകാരണ ബന്ധത്തിന് അതീതമായി അല്ലാഹു അല്ലാത്ത ശക്തികളോട് സഹായം തേടിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തകർന്നു പോകും. അങ്ങനെ നിങ്ങൾ നഷ്ടകാരികളിൽ പൊട്ടുപോകും. ആരാ മുന്നറിയിപ്പ് നൽകിയത്? നമ്മെ സൃഷ്ടിച്ച നാഥൻ, പടച്ച തമ്പുരാൻ. നോക്കൂ, ആ പടച്ച തമ്പുരാന്റെ കൽപ്പനയാണോ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും, ആവർത്തിച്ച് പറയാൻ പറ്റും, ഈ പടച്ചവന്റെയും ഈ പ്രവാചകന്റെയും നിർദ്ദേശങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിന് വിരുദ്ധമായി ആര് എന്ത് പ്രവർത്തിച്ചാലും നമുക്ക് തെളിവല്ല. മറ്റൊരു ഉസ്താദ് നബിദിന സദസ്സിൽ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് നബിയോട്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ കേട്ടു നോക്കൂ. ഞങ്ങളെ കരപ്പുയർത്തിയിരിക്കുന്നവരിയെ ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാഹ്, ഞങ്ങളെ എടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ താഴെയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഘോഷിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ആരെല്ലാം സ്ത്രീകളുണ്ട്, അവരേതൊരുത്തരും അവിടുന്ന് അറിയാവുന്ന നബിയെ. അവരെ തിരിക്കലേ റസൂലല്ലാഹ്, വെറുതെയാക്കല്ലേ നബിയെ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കലേ നബിയെ. ആരോടാ തേടിയത്? നബിയോട്. അങ്ങേ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ജനങ്ങൾക്കൊക്കെ പ്രവാചകരെ, നബിയെ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണമേ. പാടുണ്ടോ? ആരോടാണ് പറയേണ്ടത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി? പടച്ച തമ്പുരാനോട് പറയണം. പടപ്പുകളോട് പറയാൻ പാടില്ല. പടപ്പുകളോട് പറഞ്ഞാൽ അവർ ഉത്തരം ചെയ്യില്ല. അല്ലാഹു പഠിപ്പിക്കുന്നു സൂറത്തുൽ റഅദിലെ 14-ാമത്തെ ആയത്ത്, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദൂന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാൽ വമാ ഹുവ ബിബാലിഇഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന പടച്ച തമ്പുരാന് മാത്രമാകുന്നു. പ്രാർത്ഥനക്കർഹൻ അല്ലാഹ് മാത്രമാണ്. നമ്മൾ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ റഅദിലെ 14-ാമത്തെ വചനം, ഇടി എന്ന് പറയുന്ന അധ്യായം, അതിലെ 14-ാമത്തെ വചനം, അല്ലാഹുവിന് മാത്രമാകുന്നു പ്രാർത്ഥന, യഥാർത്ഥ പ്രാർത്ഥന. അതിനർഹൻ അവൻ മാത്രമാണ്. എന്നാൽ വല്ലദീന യദൂന മിൻ ദൂനിഹി, അവന് പുറമെ, ആ പടച്ചവന് പുറമെ അവർ വിളിച്ചു തേടുന്നവർ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലാ യസ്തജീബൂന ലഹും ബിശൈഇ, ലാ യസ്തജീബൂന, അവർ ഉത്തരം ചെയ്യുകയില്ല. നോക്കൂ നിങ്ങൾ, വല്ലദീന യദൂന മിൻ ദൂനിഹി, അല്ലാഹുവിനു പുറമെ അവർ വിളിച്ചു തേടുന്നവർ. മനുഷ്യർ അല്ലാഹുവിന് പുറമെ ആരൊക്കെ വിളിച്ചു തേടിയിട്ടുണ്ടോ, അമ്പിയാക്കളോട് തേടിയാലും, ഔലിയാക്കളോട്, മഹാന്മാരോട്, മഹദികളോട്, ബീബിമാരോട്, തങ്ങന്മാരോട്, മൺമറഞ്ഞു പോയവരോട്, വ്യക്തികളോട്, ശക്തികളോട്, മലക്കുകളോട്, ജിന്നുകളോട്, മരത്തിനോട്, കല്ലിനോട്, ആരോട് തേടിയാലും ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ലാ യസ്തജീബൂന, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഇവർക്ക് ബിശൈഇൻ, ഒരു കാര്യത്തിലും, ഒന്നിനും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ,
അള്ളാഹുവിന്റെ കലാമ് പടച്ചവൻ പഠിപ്പിച്ചു തരുന്നു. പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ആരൊക്കെയുണ്ടോ ലാ യസ്തജീബൂന ലഹും ബിശൈഇ, ഒരു കാര്യത്തിലും അവർക്ക് ഉത്തരം ചെയ്യാൻ ആ അള്ളാഹ്ക്ക് പുറമെ ഇവർ വിളിച്ചു തേടുന്ന ഒരു ശക്തിക്കും സാധ്യമല്ല.